Friends, welcome back. Last time we discussed about site order register site instruction കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. So this time we are going to discuss another tool for contractor. വേറൊരു ബെസ്റ്റ് ടൂളാണ് കോൺട്രാക്ടർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ പ്രോജക്ട് മാനേജേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അനദർ ടൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. It is called CVI, Confirmation of Verbal Instruction. Many times we can see that client engineer, consultant engineer coming to site and giving various verbal instruction. A verbal instruction we have to reconfirm that in writing. For that we are using confirmation of verbal instruction format. It is not happening in site only, it's happening in meetings, in other discussion when we are discussing on drawing. പല സ്റ്റേജിലും ഡ്രോയിങ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും മീറ്റിങ്ങിലും ഒക്കെ ഇതുപോലുള്ള വെർബൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടാറുണ്ട്. ഈ വെർബൽ ഇൻസ്ട്രക്ഷനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CVI എന്ന ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. വി ഗെറ്റ്സ് വെർബൽ ഇൻസ്ട്രക്ഷൻ അറ്റ് മെനി പ്ലേസസ്. പല സമയത്തും നമുക്ക് വെർബൽ ഇൻസ്ട്രക്ഷൻ കിട്ടാറുണ്ട്. സൈറ്റ് മീറ്റിങ്ങിൽ സംഭവിക്കാറുണ്ട്. ഇൻസ്പെക്ഷൻ ടൈമിൽ ചേഞ്ച് ദ പൊസിഷൻ, അല്ലെങ്കിൽ വിൻഡോ വെച്ച് സ്ഥലം ഷിഫ്റ്റ് ചെയ്യാനോ അതുപോലെയുള്ള ഡിസ്കഷൻ നടക്കാറുണ്ട്. ഡോറിൻ്റെ പൊസിഷൻ മാറ്റാനുള്ള ഡിസ്കഷൻ നടക്കാറുണ്ട്. ഇലക്ട്രിക്കൽ പാനൽ അല്ലെങ്കിൽ DB ഇതിൻ്റെ ലൊക്കേഷനൊക്കെ മാറ്റാനുള്ള ഡിസ്കഷൻ നടക്കാറുണ്ട്. ഇങ്ങനെ ഡിസ്കഷൻ നടന്ന് വെർബൽ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ കൺഫേം ചെയ്യുന്നതാണ് CVI എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രോഗ്രസ് ഡിസ്കഷനിൽ ഓൾറെഡി ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ മാൻ പവർ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാൻ പവർ ആഡ് ചെയ്യാനുള്ള ഡിസ്കഷൻ നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ വരാറുണ്ട്. ഇതൊക്കെ കൺഫേം ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് CVI എന്ന് പറയുന്നത്. വേർ ഇറ്റ് ഈസ് യൂസ്ഡ്, ഇതൊരു ചോദ്യം വളരെ ക്രിട്ടിക്കലാണ്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എവരി വെർബൽ ഇൻസ്ട്രക്ഷൻ ലൊക്കേഷനിലും CVI യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ചേഞ്ച് ഇൻ ഡ്രോയിങ്, extra work instruction, material change, shifting equipment, rework instruction, site modification, temporary work acceleration instruction, like any instruction given by consultant client which gives a cost impact to the to the contractor, we have to issue a CVI and get confirmation. Last time we discussed about site order book. Site order book-ഉം CVI-യും തമ്മിലുള്ള what is the difference between these two we are discussing. CVI എന്ന് പറയുന്നത് ഇഷ്യൂ in a separate letter or email-ലാണ് ഇത് കൺഫേം ചെയ്യുക. വൺ ടൈം ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്നത്. കോൺട്രാക്ടർ യൂഷ്വലി കൺഫേംസ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ കൺസൾട്ടൻ്റ് ഓർ ക്ലയൻറ്റ് എഞ്ചിനീയർ. ക്ലെയിംസ് ആൻഡ് വേരിയേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളും. ഈ സൈറ്റ് ഓർഡർ ബുക്കും തീർച്ചയായിട്ടും ക്ലെയിംസ് ആൻഡ് വേരിയേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് എ ഡെയിലി സൈറ്റ് കൺട്രോൾ ഡോക്യുമെൻ്റ് എന്നാണ് അതിനെ പറയുക. ഇത് ഡിഫറൻസ് ഓൾറെഡി നമ്മൾ സൈറ്റ് ഓർഡർ ബുക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ CVI ആൻഡ് സൈറ്റ് ഓർഡർ ബുക്ക്. CVIയുടെ ഒരു നോർമൽ ഫോർമാറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ മോഡിഫൈ ആസ് ആൻഡ് വെൻ വെയർ റിക്വയർഡ്. ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി വേണമെന്നുള്ളവർ, ആരെങ്കിലും റിക്വസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഈ മെയിലിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്യാം. ഇത് PDF ആണ്. സോ ദിസ് എ സിമ്പിൾ ഫോർമാറ്റ് വെർ ഡീറ്റെയിൽസ് ആർ ഗിവൺ. യു ക്യാൻ ഗോ ത്രൂ ദിസ് വൺ and subject has to be given against the verbal instruction what is given by the consultant or client engineer. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, CVI കൺഫർമേഷൻ വെർബൽ ഇൻസ്ട്രക്ഷൻ ബെസ്റ്റ് ടൂൾ ഫോർ കോൺട്രാക്ടർ, പ്രോജക്റ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് മാനേജർ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, CVI ഈസ് നോട്ട് എ ഫൈനൽ അപ്രൂവൽ ഡോക്യുമെൻറ്റ്. വളരെയധികം ശ്രദ്ധിക്കണം. CVI വാങ്ങിച്ച് റിട്ടേൺ കൺഫർമേഷൻ വാങ്ങിച്ച് വെച്ചിട്ട് അത് ഫൈനലാണ്, അത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടറോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റോ പ്രോജക്റ്റ് എഞ്ചിനീയറോ പ്രോജക്റ്റ് മാനേജറോ വെയിറ്റ് ചെയ്ത് ഇറ്റ്സ് എ ടെമ്പററി റിട്ടേൺ കൺഫർമേഷൻ അണ്ടിൽ ഒഫീഷ്യൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഓർ വേരിയേഷൻ ഓർഡർ ഈസ് ഇഷ്യൂഡ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് CVI confirmation, you have to prepare the variation order, the extra item claim with the proper supporting document and submit to the consultant client and get approval. അതൊരു 1 to 2 വീക്കിനുള്ളിൽ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ നോട്ട് എ പ്രോപ്പർലി വാലിഡ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഈ CVIയുടെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ഗെറ്റ് അപ്രൂവ്ഡ് വിത്ത് വേരിയേഷൻ ഓർഡർ letter. Maintaining proper CVI record is very important for billing purpose. ഇത് യൂസ് ചെയ്യാം. ഡിലേ അനാലിസിസ്, കോൺട്രാക്ട് പ്രൊട്ടക്ഷൻ, ഡിസ്പ്യൂട്ട് അവോയ്ഡൻസ്, സപ്പോർട്ട് ഇൻ ഫ്യൂച്ചർ ക്ലെയിംസ് ആൻഡ് എവറിത്തിങ്. ഈ പോയിന്റിനൊക്കെ നമുക്ക് CVI ഭംഗിയായിട്ട് ഉപയോഗിക്കാം. പക്ഷേ പ്ലീസ് നോട്ട്, CVI has to be reconfirmed with the variation and extra item order.
ഓക്കെ, CVI എന്നതിന് കൺഫർമേഷൻ ഓഫ് വെർബൽ ഇൻസ്ട്രക്ഷൻ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മെയിൽ ഐ ഡിയിൽ റിക്വസ്റ്റ് ചെയ്യുക, ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ്. CVIയുടെ ഫോർമാറ്റ് വേണമെന്നുള്ളവർക്കും ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ഇഫ് യു ലൈക്ക്, ഫോളോ ദ ചാനൽ. വേറൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.